അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വബില്ലാഹി വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുമ്മ ജഅൽ കൈദഹും ഫീ നുഹൂരിഹിം വക്ഫിനാ ശുറൂറഹും ഹസ്ബിയല്ലാഹു വകഫാ സമിയല്ലാഹു ലിമൻ ദഅ ലൈസ വറാ അല്ലാഹി മുൻതഹ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് ലോകത്ത് വന്നുപോയ അമ്പിയാക്കൾ വളരെയധികം പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന് ഫറോവയിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന പീഡനം അതിൻ്റെ ഉദാഹരണമാണ്. ആ സമയത്ത് മൂസ നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയത് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ് എന്ന് താരീഖിൽ കാണാം. മുസാഹിം എന്നോ പേരുള്ള ഒരാളായിരുന്നു ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ പിതാവ്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവയുടെ ഭാര്യയായിരുന്നു. ഈജിപ്തുകാർ രണ്ട് വിഭാഗമാണ്. ഒന്ന് ഖിബുത്തികൾ എന്ന് പറയും, രണ്ടാമത്തത് ബനു ഇസ്രായേൽ എന്ന് പറയും. ഖിബുത്തികൾ എന്ന് പറയുന്നത് മണ്ണിൻ്റെ മക്കൾ എന്ന് പറയും പോലെ പ്രദേശത്തിൻ്റെ ആളുകളാണെന്നും ബനു ഇസ്രായേൽ അങ്ങോട്ട് കടന്നു വന്നതാണെന്നും അവർ വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു. യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ് ബനു ഇസ്രായേൽ എന്ന് പറയുന്നത്. സയ്യിദുന യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേരായിരുന്നു ഇസ്രായേൽ എന്നത്. ബനു ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കളാണ്. അവർ 12 മക്കളുണ്ടായിരുന്നു. ഈ 12 മക്കളുടെ സന്താന പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇസ്രായേൽ സന്തതിയായ ഒരാൾ വഴി തൻ്റെ അധികാരം നഷ്ടപ്പെടുമെന്ന് ഒരു ജ്യോത്സ്യൻ പ്രവചനം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് ജനിക്കുന്ന മുഴുവൻ കുട്ടികളെയും കൊല്ലാൻ തീരുമാനിച്ച അക്രമിയായ ഒരു ഭരണാധികാരിയായിരുന്നു അക്കാലത്തെ ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്ന ഫറോവ. അതുകൊണ്ട് തന്നെ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ മാതാവ് മൂസ നബി അലൈഹിസ്സലാമിന് ജന്മം നൽകിയത് ആരും അറിഞ്ഞിരുന്നില്ല. ഫറോവയുടെ പട്ടാളക്കാർ എങ്ങനെയോ മണത്തറിഞ്ഞ് കുട്ടിയെ അപകടപ്പെടുത്താൻ വേണ്ടി മൂസ നബിയുടെ ഉമ്മയുടെ സമീപത്ത് വരുന്നു. ആദ്യഘട്ടത്തിൽ കുട്ടിയെ അവർക്ക് ലഭിച്ചില്ല. വീണ്ടും വരുമെന്ന് മനസ്സിലാക്കിയ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മ മനോഹരമായ ഒരു പെട്ടിയിൽ കുട്ടിക്ക് ശ്വാസോച്ഛ്വാസം നടത്താൻ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഒരുക്കി കോട്ടൺ കൊണ്ട് പൊതിഞ്ഞ് ആ പെട്ടിയിൽ അടക്കം ചെയ്ത് നൈൽ നദിയിൽ എറിഞ്ഞു കളയുകയാണ് ചെയ്തത്. നൈൽ നദിയിലൂടെ കുട്ടിയെയും ചുമന്നുകൊണ്ടുള്ള ആ പെട്ടി ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് നിരീക്ഷിക്കാൻ വേണ്ടി ഉമ്മ തൻ്റെ മകൾ അഥവാ മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ സഹോദരിയെയും ഏർപ്പാട് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ ഭാര്യയാണ്. രാജാവിൻ്റെ ഭാര്യ എന്നുള്ള നിലയിൽ രാജ്ഞിയാണ്. രാജ്ഞിക്ക് നീരാടുന്നതിന് വേണ്ടി കൊട്ടാരത്തോട് ചേർന്ന് വലിയൊരു കുളം നിർമ്മിക്കുകയും ആ കുളത്തിലേക്ക് നൈൽ നദിയിൽ നിന്ന് ഒരു തോട് കീറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടി മെല്ലെ കൈത്തോട്ടിലേക്ക് പ്രവേശിക്കുകയും അത് കുളത്തിലെത്തിച്ചേരുകയും ചെയ്തു. കുളിക്കാൻ വേണ്ടി കുളത്തിൽ ഇറങ്ങിയ ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഈ പെട്ടി കണ്ടു. അതെടുത്തു കൊട്ടാരത്തിൽ കൊണ്ടുപോയി തുറന്നപ്പോൾ സുന്ദരനായ ഒരു കുട്ടിയായിരുന്നു. തൻ്റെ രാജാധികാരം കളയാൻ വേണ്ടി നിയോഗിതനായ കുട്ടി ഇതുതന്നെയാണെന്ന് പറഞ്ഞ ഫറോവ കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും ആസിയ ബീവി റളിയല്ലാഹു അൻഹ തന്ത്രത്തിൽ ഇടപെട്ട് കൊലപാതകത്തിൽ നിന്ന് ഒഴിവാക്കി. അക്രമിയായ രാജാവിൻ്റെ കൊട്ടാരത്തിൽ എങ്ങനെ ഒരു നബിയെ വളർത്താം എന്നതിൻ്റെ തെളിവായി ആസിയ ബീവി റളിയല്ലാഹു അൻഹ മൂസ നബി അലൈഹിസ്സലാമിനെ വളർത്തിയത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൂസ നബി അലൈഹിസ്സലാമിന് പിന്നീട് നാടുവിടേണ്ടി വരുന്ന ഒരു രംഗമുണ്ടാകുന്നുണ്ട്. പിന്നീട് തിരിച്ചു വരുന്നുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നുണ്ട്. വഴിയിൽ നൈൽ നദിയിൽ ഫറോവയും കിങ്കരന്മാരും
മുങ്ങി മരിക്കുന്നതും താരീഖിൽ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട് കാണാവുന്നതാണ്. മൂസ നബി അലൈഹിസ്സലാമിൻ്റെ നേരെയുള്ള ഉമ്മയല്ലെങ്കിലും ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് പരിപാലിച്ച സ്ത്രീയാണ് ആസിയ ബീവി റളിയല്ലാഹു അൻഹ. സ്വർഗത്തിലെ സ്ത്രീകളിൽ 4 പ്രധാനപ്പെട്ട സ്ത്രീകൾ ഉണ്ടായിരിക്കുമെന്ന് പറയപ്പെട്ടിട്ടുള്ളതിൽ ഒന്ന് ആസിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. അള്ളാഹു മഹദിയുടെ കൂടെ നമ്മളെല്ലാവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.